ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിലെ കഥാഭാഗങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് പറഞ്ഞത്. പക്ഷേ എന്തോ പതിവില്ലാതെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അത് ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ്. കണ്ടിട്ടില്ലാത്ത എല്ലാവരും തന്നെ അത് കാണണം. ശ്രദ്ധയോടുകൂടി ആ ഭാഗം കേട്ട് മനസ്സിലാക്കണം. കാരണം പലർക്കും ഭാഗവതത്തിലെ ആ കഥാഭാഗം അറിയണമെന്നില്ല. സൈരന്ധ്രി സന്ദർശനമാണ് അത്. വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ്. അത് എല്ലാവരും കേട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം ജരാസന്ധ യുദ്ധമാണ്. മുഴുവൻ സമയവും ശ്രദ്ധയോടുകൂടി കേട്ട് ഭക്തിയോടുകൂടി ഇരിക്കണം. ക്ഷമയോടുകൂടി ഇരുന്ന് ആ ഭാഗങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. ജരാസന്ധ യുദ്ധം. കംസപത്നിമാരായ അസ്ഥിയും പ്രാപ്തിയും മഗധയുടെ അധിപനായ ജരാസന്ധൻ്റെ പുത്രിമാരാണ്. തൻ്റെ ജാമാതാവിനെ വസുദേവ കൃഷ്ണൻ എന്ന ഒരു യാദവ ബാലൻ നിഗ്രഹിച്ചു എന്ന് കേട്ടപ്പോൾ പരാക്രമശാലിയായ ജരാസന്ധന് അത്ഭുതം തോന്നി. 10,000 ഗജവീരന്മാരുടെ ബലമുള്ളവനായിരുന്നു കംസൻ. അങ്ങനെയുള്ള ആ ശക്തനെ കേവലം ഒരു കുമാരൻ കഴുത്തു ഞെരിച്ചു കൊല്ലുകയോ? അശരീരി അർത്ഥവത്തായി ഫലിച്ചിരിക്കാം. എങ്കിലും വൈദവ്യം ഭവിച്ച നന്ദിനികളുടെ നീറുന്ന സന്താപങ്ങളും തോരാത്ത കണ്ണുനീരും കണ്ട് ഹൃദയം നുറുങ്ങി ആ പിതാവ് അതിനു തക്ക പ്രതികാരം ചെയ്യാനായി ഉറച്ചു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് തൻ്റെ പേരിനും പെരുമയ്ക്കും ഹാനികരമാകുമെന്നും ആ രാജാവ് ധരിച്ചു. കംസവധാനന്തരം മധുരാപുരി രാജ്യം ക്ഷേമ ഐശ്വര്യത്തോടെ ഉഗ്രസേനനാണ് ഭരിച്ചു വന്നിരുന്നത്. കംസനെ ഭയപ്പെട്ട് അന്യരാജ്യങ്ങളിൽ അഭയം തേടിയിരുന്ന സർവ്വയാദവന്മാരും തിരിച്ചു വന്നു കഴിഞ്ഞു. ഒരേ ഒരു ആക്രമണം കൊണ്ട് യദുവംശം മുഴുവനും മുടിച്ച് രാജ്യം പിടിച്ചടക്കി കംസപുത്രന്മാർക്ക് നൽകണമെന്നായിരുന്നു മഗധ രാജാവിൻ്റെ ആഗ്രഹം. അതനുസരിച്ച് യുദ്ധത്തിൽ തനിക്ക് സഹായത്തിനായി അന്നത്തെ പ്രബലരായ രാജാക്കന്മാരായ സാലൻ, കലിംഗൻ, ഛേദിബൻ, ദന്തവക്ത്രൻ, വിഡൂരഥൻ, ഉലൂകൻ, വേണുദാർശനൻ, ശൈബ്യൻ, വിന്ദൻ, നരകൻ, വിരാടൻ, ബാൽഹികൻ, പൗണ്ഡ്രകൻ, ബൃഹൽക്ഷത്രൻ, ശല്യൻ, യുധാജിത്ത്, ഭൂരിസ്രവസ്, രുക്മി, ദ്രുപദൻ, ത്രിഗർത്തൻ, ജയദ്രഥൻ, ശകുനി, സോമദത്തൻ മുതലായവരുമായി ജരാസന്ധൻ സഖ്യത്തിലേർപ്പെട്ടു. അത്രയും കാര്യങ്ങൾ സാധിച്ചപ്പോഴേക്കും വർഷം 2 കഴിഞ്ഞിരുന്നു. വമ്പിച്ച പടയുമായി മഗധ രാജാവായ ജരാസന്ധൻ എപ്പോഴെങ്കിലും മധുരയെ ആക്രമിക്കുമെന്നുള്ള വിശ്വാസം കൃഷ്ണനുണ്ടായിരുന്നു. ഒരു ദിവസം ജരാസന്ധനും സഖ്യകക്ഷികളും അവരുടെ അസംഖ്യങ്ങളായ ചതുരംഗ സേനകളോടും കൂടി മധുരയെ ആക്രമിച്ചു. 23 അക്ഷൗണി പടകളാണ് ആ സേനാ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. മധുരാപുരി കോട്ടയുടെ 4 വശവും മഹാസമുദ്രം പോലെ ശത്രുപ്പട വളഞ്ഞു. അതുകണ്ട് യാദവന്മാർ പരിഭ്രാന്തരായി. കൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ചതിനു ശേഷം ആ വമ്പിച്ച ശത്രു സൈന്യങ്ങളുമായി നേരിടാൻ തയ്യാറായി. 4 ഗോപുരദ്വാരങ്ങളിലും കൂടി സൈന്യങ്ങൾ അകത്തേക്ക് തള്ളിക്കയറുവാൻ തുടങ്ങി. ഈ സമരം മൂലം അനവധി ദുഷ്ടന്മാർ ഈ ഭൂമുഖത്തു നിന്നും അന്തർധാനം ചെയ്യും. ദുഷ്ടനിഗ്രഹമാണ് എൻ്റെ അവതാര ഉദ്ദേശം. അതിനുവേണ്ടി എൻ്റെ വൈഭവം ഇവിടെ കാണിക്കേണ്ടിയിരിക്കുന്നു. ഈ വിധം ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ പശ്ചിമ ചക്രവാള സീമയിലേക്ക് ഒന്ന് വീക്ഷിച്ചു. തത്സമയം വിശിഷ്ടമായ ഒരു തേര്
സുദർശന ചക്രം, കൗമോദകം എന്ന ഗദ, ശാർങ്കമെന്ന ചാപം, അസ്ത്രമൊടുങ്ങാത്ത ആവനാഴി തുടങ്ങിയ വൈഷ്ണവായുധങ്ങളും ആകാശത്തിൽ നിന്നും താനെ താഴെ വന്നു. സാരഥിയായ ദാരുകനും പ്രത്യക്ഷപ്പെട്ടു. ആയുധസമേതനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥത്തിലേക്ക് ചാടിക്കയറി. ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ബലഭദ്രരാമനും മറ്റൊരു രഥത്തിലേക്ക് കയറി. രണനിപുണനായ സാത്യകി, ഗദൻ, ഉദ്ധവർ, പ്രസേനൻ, കൃതവർമാവ്, അക്രൂരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം 4 ഗോപുരങ്ങളിലും ധീരം ധീരം ചെറുത്തുനിൽപ്പ് തുടങ്ങി. ഏകനായ ലോകനാഥൻ 4 പിരിഞ്ഞ് 4 കൃഷ്ണന്മാരായി. 4 ഗോപുരദ്വാരങ്ങളിലും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. യുദ്ധം തുടർന്നു. ഒരു ഗോപുരത്തിൽ മാത്രമേ കൃഷ്ണനുള്ളൂ എന്ന് വിചാരിച്ച് മറ്റു ഗോപുരങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയും കൃഷ്ണൻ. അതുകണ്ട് ശത്രുക്കൾ അമ്പരന്നു. രാമകൃഷ്ണന്മാരുടെ ആയുധമേറ്റ് അസംഖ്യം ശത്രുഭടന്മാർ യമലോകം പ്രാപിച്ചു. പശ്ചിമ ഗോപുരദ്വാരത്തിൽ വെച്ച് ജരാസന്ധൻ ജനാർദ്ദനനുമായി നേരിട്ടു. എടാ ബാലപ്രായം മാറാത്ത കൃഷ്ണ, നിന്നോട് യുദ്ധം ചെയ്യുവാൻ എനിക്ക് നാണം തോന്നുന്നു. നീയും ഞാനും ഒരു വിധത്തിലും ജോഡിയല്ല എന്ന് മഗധ രാജാവ് വിളിച്ചു പറഞ്ഞപ്പോൾ ബലരാമൻ മുമ്പോട്ട് വന്നു. ബലരാമനും ജരാസന്ധനും തമ്മിൽ അതിഘോരമായ പോരാട്ടം നടക്കുന്നതിനിടയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ 4 ഗോപുരങ്ങളിലും നിന്ന് യുദ്ധം ചെയ്ത് ആയിരക്കണക്കിന് സൈന്യങ്ങളെ കൊന്നൊടുക്കി. ജരാസന്ധനും ബലരാമനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം അപ്പോഴും നടന്നുകൊണ്ടേയിരുന്നു. രാമൻ മഗധന്റെ ഗദയും രഥവും തകർത്തു. അപ്പോൾ അവൻ മറ്റൊരു രഥത്തിൽ ചാടിക്കയറി. എന്നിട്ട് രോഹിണീപുത്രന്റെ നേർക്ക് ഉഗ്രമായ ബാണപ്രയോഗം ആരംഭിച്ചു. ആ വിശിഖ സമൂഹത്തെ ആസകലം സംഹരിച്ചുകൊണ്ട് ബലരാമൻ ക്രുദ്ധനായി മുമ്പോട്ടടുത്തു. സീമത്താൽ ജരാസന്ധന്റെ തേര് തല്ലിപ്പൊളിച്ച് അവനെ വലിച്ച് നിലത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ചു. ക്ഷതങ്ങളേറ്റ് അവൻ്റെ ശരീരത്തിൽ നിന്നും ചോര ഒഴുകി ഒലിച്ചുകൊണ്ടേയിരുന്നു. അവനെ നിലത്തിട്ട് ചവിട്ടി വധിക്കുവാനായി ബലഭദ്രൻ കാലുയർത്തിയപ്പോൾ കൃഷ്ണൻ ഓടി അടുത്തു വന്ന് തടഞ്ഞു. ചേഷ്ട, അവനെ കൊല്ലരുത്. നമ്മളല്ല അത് ചെയ്യേണ്ടത്, അവൻ പൊയ്ക്കൊള്ളട്ടെ എന്നു പറഞ്ഞ് മഗധ രാജാവിനെ മോചിപ്പിച്ചു. ജരാസന്ധൻ നാണക്കേടോടുകൂടി എഴുന്നേറ്റ് പിന്തിരിഞ്ഞു നോക്കാതെ ആ രംഗത്തിൽ നിന്നും ഓടി ഒളിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ അവനെ വധിക്കരുത് എന്ന് വിലക്കിയത് മറ്റൊന്നും കൊണ്ടല്ല. അവനെ വധിക്കാനുള്ളവൻ പാണ്ഡുപുത്രനായ ഭീമനാണ്. അതിനുള്ള സമയം വരുമ്പോൾ അത് സംഭവിച്ചുകൊള്ളും. ജരാസന്ധന്റെ സഖികളും സഹായികളുമായി വന്ന രാജാക്കന്മാർ പലരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ കൃഷ്ണനുമായി യുദ്ധത്തിനു വന്നത് അബദ്ധമായി പോയി എന്നുള്ള ചിന്തയോടുകൂടി ബാക്കിയുള്ള സന്നാഹങ്ങളോടും കൂടി സ്വന്തം നാടുകളിലേക്ക് തിരിച്ചുപോയി. ആ യുദ്ധത്തിൽ മഗധന് ഏറ്റവും സഹായികളായി നിന്നിരുന്നവർ വസുദേവരുടെ സഹോദരിമാരുടെ പുത്രന്മാരായ ശിശുപാലനും ദന്താവക്ത്രനുമായിരുന്നു. അവരുടെ മാതാക്കൾ പാണ്ഡവമാതാവായ കുന്തിയുടെ അനുജത്തിമാരുമാണ്. അനവധി കാലം കുന്തിദേവി സന്താനരഹിതയായി പാണ്ഡവും ഒരുമിച്ച് ജീവിക്കേണ്ടി വന്നതുകൊണ്ട് അനുജത്തിമാരുടെ മക്കൾ കുന്തിയുടെ മക്കളായ പാണ്ഡവരെക്കാൾ പ്രായം കൂടിയവരായി തീർന്നു. പരാജിതനാണെങ്കിലും ജരാസന്ധൻ അടങ്ങിയില്ല. മഹാബലിപുത്രനും അസുര സാമ്രാട്ടുമായിരുന്ന ബാണനെ അവൻ്റെ രാജധാനിയായ ശോണിതപുരത്തു ചെന്നു കണ്ട്
കൃഷ്ണനുമായുള്ള യുദ്ധത്തിൽ തന്നെ സഹായിക്കണമെന്ന് മഗധ രാജാവ് അഭ്യർത്ഥിച്ചു. കൃഷ്ണൻ ദേവപ്രിയനായതുകൊണ്ട് തൻ്റെ ശത്രുവെന്ന നിലയിൽ ജരാസന്ധനെ സഹായിക്കാമെന്ന് ആ അസുരൻ സമ്മതിക്കുന്നു. അതനുസരിച്ച് തൻ്റെ സേനാനായകന്മാരായ കുംഭാണ്ഡൻ്റെയും കൃപാകർണൻ്റെയും നേതൃത്വത്തിൽ 1,00,000 സൈന്യങ്ങളോടുകൂടിയ ഒരു വലിയ അസുരപ്പടയെ മഹാബലിപുത്രനായ ബാണൻ ജരാസന്ധന് സഹായമായി നൽകുന്നു. ആ ദാനവ സേനയും ഒരുമിച്ച് ആദ്യത്തെ യുദ്ധം കഴിഞ്ഞു 3 മാസത്തിനു ശേഷം ജരാസന്ധൻ വീണ്ടും പഴയതിനേക്കാൾ വിപുലമായ പടസന്നാഹങ്ങളോടും കൂടി മധുരാപുരി ആക്രമിച്ചു. ആ പോരാട്ടത്തിന്മേൽ കൃഷ്ണൻ തനിച്ച് സൈന്യങ്ങളുമായി യുദ്ധം ചെയ്ത് അവരെ നിശ്ശേഷം തോൽപ്പിച്ചു. യാദവ സേനാ നായകന്മാരായ സാത്യകിയുടെ പ്രഹരങ്ങളേറ്റ് കുംഭാണ്ഡനും കുപകർണനും ഓടി ഒളിച്ചു. ആ സമരത്തിലും മഗധൻ അങ്ങനെ പരാജയപ്പെടുന്നു. ആ കാലത്ത് ഒരു ദിവസം രാമകൃഷ്ണന്മാർ ഭാർഗവരാമൻ തപസ്സു ചെയ്യുന്ന ഗോമന്ത പർവ്വതം കാണാനായി പുറപ്പെട്ടു. മധുരയിൽ നിന്നും യമുന കടന്ന് ഏതാനും നാഴിക തെക്കായിട്ടാണ് ആ പുണ്യശൈലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉപരിതലത്തിൽ തപോനിഷ്ഠനായി ശിഷ്യഗണങ്ങളാൽ പരിസേവിക്കപ്പെട്ട് ധ്യാനത്തിൽ മുഴുകിയിരുന്ന ഭാർഗവരാമനെ കണ്ട് രാമനും കൃഷ്ണനും ഭക്തിപൂർവം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഭാർഗവരാമൻ യോഗനിദ്രയിൽ നിന്നും ഉണർന്ന് നയനങ്ങൾ തുറന്നു. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പുണ്യാവതാരമായ ശ്രീകൃഷ്ണമൂർത്തി അനന്താംശജനായ ബലരാമനും ഒരുമിച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. യോഗൈശ്വര്യത്താലും ജ്ഞാനദൃഷ്ടിയാലും ഭാർഗവരാമൻ രാമകൃഷ്ണന്മാരുടെ യാഥാർത്ഥ്യം ഗ്രഹിച്ചു. വിഷ്ണുവിൻ്റെ അവതാരമാണ് ഭാർഗവനെങ്കിലും തന്നിലുള്ള വൈഷ്ണവാംശം ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനിൽ സമർപ്പിതമാക്കിയതിനു ശേഷം അദ്ദേഹം മഹായോഗിയായി തപസ്സു ചെയ്യുന്ന കാലമായിരുന്നു അത്. ഭാർഗവരാമൻ എഴുന്നേറ്റ് കഷ്ടിച്ച് 14 വയസ്സോളം പ്രായമായിരുന്ന ബാലഗോപാലമൂർത്തിയെ കൈവണങ്ങി തൊഴുതുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു: സ്വാമിൻ, അങ്ങിപ്പോൾ ഇങ്ങോട്ടെഴുന്നള്ളിയതിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങാരാണെന്ന് ഞാൻ അറിയുന്നു. ഞാനും അങ്ങും വിഭിന്നമല്ലെന്ന് എനിക്കറിയാം. ഒന്നിൻ്റെ 2 ഭാവങ്ങൾ എങ്കിലും നാം മനുഷ്യരൂപികളായി അവതരിച്ചു. ആ സ്ഥിതിക്ക് മനുഷ്യചേഷ്ടിതങ്ങൾ നമുക്കും ബാധകങ്ങളാണ്. അങ്ങയെ കാണാനിടയായത് എൻ്റെ തപസ്സിൻ്റെ സുഹൃതമെന്നിപ്പോൾ കരുതുന്നു. അങ്ങ് എന്തിനായിട്ടാണ് ഇങ്ങോട്ടെഴുന്നള്ളിയത്? അത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: മഹർഷേ, അങ്ങ് തപസ്സു ചെയ്യുന്ന ഈ പുണ്യാചലം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി. അതോടൊപ്പം ധന്യാത്മാവായ അങ്ങയെ ഒന്ന് ദർശിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി പുറപ്പെട്ടു എന്നു മാത്രം. ഹേ ദിവ്യകുമാര, സർവലോകങ്ങളും ആരിൽ പരിലീനമായിരിക്കുന്നുവോ ആ ജഗത് കാരണനായ അങ്ങേക്ക് ഗോമന്ത പർവ്വതം കാണുവാൻ ആഗ്രഹമോ? എന്നെയും ഈ പർവ്വതത്തെയും കാണുവാൻ വേണ്ടി അങ്ങ് ഇവിടെ വന്നു എന്നു തന്നെ ആയിക്കൊള്ളട്ടെ. ആയതിന് അങ്ങയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കരവീരമെന്ന ഒരു ദേശമുണ്ട്. ശൃഗാല വാസുദേവൻ എന്ന ദുഷ്ടനായ ഒരു രാജാവിനാൽ ആ ദേശം ഭരിക്കപ്പെടുന്നു. അവിടുന്ന് മാത്രമാണ് വാസുദേവൻ. അവനും ഒരു വാസുദേവനായി അഭിനയിച്ച് അനവധി ദുഷ്ടകൃത്യങ്ങൾ ചെയ്ത് വിഹരിക്കുന്നു. ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമാണല്ലോ അങ്ങയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം. വാസുദേവപുത്ര, അങ്ങയുടെ കർത്തവ്യം ഞാൻ അനുസ്മരിച്ചു എന്നു മാത്രം. ക്ഷമിക്കണം. 21 വട്ടം ദുഷ്ടന്മാരും പാപികളുമായ അസുര രാജാക്കന്മാരെ വധിച്ച എനിക്ക് ഈ ദുഷ്ടനെ നിഗ്രഹിക്കുവാൻ കഴിവില്ലേ എന്നങ്ങ് സംശയിക്കും. ഞാൻ അന്നത്തെ യുഗപുരുഷനായിരുന്നു.
ഈ യുഗത്തിൽ എനിക്ക് അതിനുള്ള അധികാരമില്ല. സ്യമന്ത പഞ്ചക തീർത്ഥത്തിൽ തർപ്പണം ചെയ്ത് നരഹത്യ ഞാൻ അവസാനിപ്പിച്ചു. പരശുരാമനെ നമസ്കരിച്ച് അനുഗ്രഹങ്ങളും വാങ്ങിക്കൊണ്ട് കൃഷ്ണൻ ജ്യേഷ്ഠനോടുകൂടി ഗോമാദ്രിയുടെ അടിവാരത്തിലുള്ള കരവീര രാജ്യത്തിൽ പ്രവേശിച്ച് തൻ്റെ പാഞ്ചജന്യം മുഴക്കി. ശംഖനാദം കേട്ട് ക്രുദ്ധനായി ശൃഗാലൻ തൻ്റെ സുവർണ ഹർമ്മ്യത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി. ആരാണ് ആ ശംഖു വിളിച്ചതെന്ന് അയാൾ അന്വേഷിച്ചു. 2 കുമാരന്മാർ സമർത്ഥരായ 10 ഭടന്മാരെ വിളിച്ച് ആ ബാലന്മാരുടെ കണ്ഠം മുറിച്ച് തലകൾ തൻ്റെ മുമ്പിൽ ഹാജരാക്കുവാൻ ശൃഗാലൻ കൽപ്പിച്ചു. ആയുധപാണികളായി ചെന്ന ആ ഭടന്മാർ തന്നെ കണ്ഠം മുറിഞ്ഞ് ശിരസറ്റ് നിലം പതിച്ചു. അത് കണ്ട് ശൃഗാല വാസുദേവൻ കൂടുതൽ രോഷത്തോടുകൂടി വലിയൊരു സേനയോടും കൂടി രാമകൃഷ്ണന്മാരുടെ നേർക്ക് അടുത്തു. ബാണങ്ങളെ കൊണ്ട് ആ കുമാരന്മാരെ മൂടി. ക്ഷുദ്രങ്ങളും മാന്ത്രിക ശക്തിയുള്ളതുമായ ആയുധങ്ങൾ അവൻ പ്രയോഗിച്ചു. യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ശൃഗാലൻ്റെ ഉപാസനാമൂർത്തികൾ ദുർദേവതകളായിരുന്നു. അവർ അവനെ കാത്തുരക്ഷിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ആയുധം കൊണ്ട് ആ ദുഷ്ടനെ വധിക്കുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി മധുസൂദനൻ തൻ്റെ സുദർശന ചക്രമെടുത്ത് അവൻ്റെ കണ്ഠം അറുത്ത് ശിരസ് താഴെയിട്ടു. അതോടുകൂടി അവൻ്റെ സൈന്യം ഒന്നടങ്കം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ കീഴടങ്ങി അഭയം അഭ്യർത്ഥിച്ചു. ശൃഗാലൻ ജനദ്രോഹം ചെയ്ത് സംഭരിച്ചു വെച്ചിരുന്ന വിലയേറിയ സ്വർണരത്നാദി സമ്പത്തുകൾ മുഴുവനും ശ്രീഹരി മധുരയിലേക്ക് തലച്ചുമടുകളായി കൊടുത്തയച്ചു. അനന്തരം ശൃഗാലന്റെ പുത്രനെ രാജാവായി വാഴിച്ച് ജനക്ഷേമകരമായി രാജ്യം ഭരിക്കണമെന്ന് നിർദ്ദേശവും നൽകി. അതിനുശേഷം അവർ അവിടെ നിന്നും തിരിച്ച് ഗോമന്തഗിരിയുടെ മൂർധാവിലുള്ള പ്രവർഷണമെന്ന ശൃംഗത്തിൽ എത്തിച്ചേർന്നു. എന്നും ഏതു കാലത്തും അവിടെ മഴയുണ്ട്. ആ കാരണത്താലാണ് പ്രവർഷണം എന്ന പേര് ആ കൊടുമുടിക്ക് ഉണ്ടായത്. ആ ശൃംഗത്തിൻ്റെ അഗ്രത്തിൽ നിന്നുകൊണ്ട് 4 പാടും വീക്ഷിച്ചാൽ ചക്രവാള പര്യന്തമുള്ള ലോകം രമണീയമായ ഒരു ചിത്രമെന്നതുപോലെ കാണാൻ കഴിയും. അതിൻ്റെ മനോഹാര്യവും പ്രകൃതി രമണീയതയും കണ്ട് ആനന്ദിക്കുവാൻ വേണ്ടി അവർ 4 മാസക്കാലം ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് അവിടെ താമസിച്ചു. അവിടെ വെച്ചാണ് കൃഷ്ണൻ പശ്ചിമസാഗരത്തിലേക്ക് നോക്കി തൻ്റെ ഭാവി രാജധാനിയായ ദ്വാരകയുടെ സ്ഥാനം നിർണയിച്ചത്. പ്രവർഷണത്തിൽ താമസിക്കുന്ന ആ കാലത്തൊരു സുദിനത്തിൽ പക്ഷീന്ദ്രനായ ഗരുഡൻ ഭഗവത് സന്നിധിയെ പ്രാപിച്ച് ഭക്തിപൂർവം നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു: അടിയൻ നിന്തിരുവടിയുടെ ദാസനും വാഹനവുമായ ഗരുഡനാണ്. എന്തു സേവനമാണ് അടിയൻ അവിടുത്തേക്ക് ചെയ്യേണ്ടത്? അത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വാഹനമായ ഗരുഡനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇപ്രകാരം അരുളി ചെയ്തു: ഗരുഡ, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ വാഹനം നീ തന്നെയാണ്. എന്നാൽ ഞാൻ മർത്യവേഷത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് സദാ നിന്നെ എൻ്റെ വാഹനമായി സ്വീകരിക്കുന്നത് ശരിയല്ല. ഞാൻ ആരാണെന്നുള്ള യാഥാർത്ഥ്യം അതുമൂലം പുറത്തറിഞ്ഞു എന്ന് വരും. എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം സാധിക്കുവാനും അത് വിഷമമായി തീരും. എൻ്റെ വാഹനമായ നീ സദാ എൻ്റെ കൂടെ വർത്തിച്ചാൽ പിന്നെ ഞാൻ കൃഷ്ണനല്ല, വിഷ്ണുവാണ്. അതുകൊണ്ട് നീ തിരികെ പോകൂ. നിന്നെ കൊണ്ടുള്ള ആവശ്യമുണ്ടാകുമ്പോൾ ഞാൻ തീർച്ചയായും നിന്നെ വിളിക്കും. അപ്പോൾ നീ പ്രത്യക്ഷപ്പെട്ടാൽ മതി. ചെന്താമരാക്ഷ പാദങ്ങളിൽ വീണ് വിടവാങ്ങി ഗരുഡൻ വിഹായസിൽ അപ്രത്യക്ഷനായി. അങ്ങനെ പ്രവർഷണത്തിലെ പ്രവാസം കഴിഞ്ഞ് രാമകൃഷ്ണന്മാർ തിരിച്ച് മധുരയിൽ എത്തിച്ചേർന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ
ഇനി അടുത്ത ഭാഗം വളരെ വിശേഷപ്പെട്ട ഭാഗങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഭാഗങ്ങളും തന്നെ അത് ഞാൻ ഓരോ ദിവസവും പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. കാരണം ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഇനി അങ്ങ് നടക്കാൻ പോവുകയാണ്. ഇനി അടുത്തത് വീണ്ടും ജരാസന്ധൻ്റെ ഒരു യുദ്ധമുണ്ട്, പിന്നീട് അക്രൂരൻ്റെ മറ്റൊരു ദൗത്യമുണ്ട്. ഇങ്ങനെ ഇനി പാണ്ഡവരുമായിട്ടുള്ള ഭഗവാന്റെ കൂടിക്കാഴ്ചകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി മുമ്പോട്ട് നടക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ മാധവത്തിലെ കഥകൾ കേൾക്കണം, പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം. ഭാഗവതത്തിലെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗവതം വായിക്കുന്നതിന് തുല്യമാണ് ഈ കഥകൾ കേൾക്കുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ ചിലപ്പോൾ അർത്ഥങ്ങളൊന്നും ശരിയായിട്ട് മനസ്സിലാകണമെന്നില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ മടി കാണും വായിക്കാനായിട്ട്. വായിച്ച് അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം ബുദ്ധിമുട്ടും. ഇങ്ങനെ കഥകളായിട്ട് കേൾക്കുകയാണെങ്കിൽ 1, 2, 3 തവണ കേൾക്കുമ്പോൾ കുറേയൊക്കെ എങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കും. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.